മത്സരങ്ങളാണ് ഇന്ന് മാത്രം അരങ്ങിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ മത്സരങ്ങളുടെ നമുക്കിപ്പോൾ ഒരു അതിഥി നമ്മോടൊപ്പം എത്തുന്നുണ്ട്. ഞങ്ങളൊരു ചേച്ചിയെ കിട്ടി കൊല്ലത്ത് ഇപ്പം ഈ മത്സര വേദികളൊക്കെ കാണാൻ വന്നാണ്. ചേച്ചി പേരെങ്ങനെയാണ്? ദീപ, ആർ.കെ. ദീപ. പഴയ കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണാണ്. അത് ശരി. അപ്പൊ ചില്ലറക്കാരിയല്ല. അപ്പൊ എങ്ങനെയുണ്ട് ഈ കൊല്ലത്ത് കലോത്സവം? വർഷങ്ങൾ കൂടിയിരുന്നാണ് ഇപ്പൊ കൊല്ലത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് ഇത് ഈ പ്രഭാതത്തിൽ ഇത് നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? പ്രഭാതത്തിൽ വളരെ ആവേശത്തോടെയാണ് കൊല്ലംകാർ ഈ കലോത്സവത്തെ നോക്കിക്കാണുന്നത്. വലിയ പ്രാതിനിധ്യം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാവും. വലിയ പ്രതീക്ഷ നമ്മുടെ പുതിയ ഈ പറയുന്ന കോവിഡിനൊക്കെ ശേഷം വലിയ ആവേശത്തോടെ നമ്മൾ കാണുന്ന ഒരു കലോത്സവം എന്ന നിലയിൽ വലിയ നല്ല കലാപ്രതിഭകളെ തിരഞ്ഞെടുക്കുവാൻ ഈ കലോത്സവത്തിന് കഴിയുന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് ഈ ആശ്രാമ മൈതാനത്തെക്കുറിച്ചും കൊല്ലത്തെക്കുറിച്ചൊക്കെ ചേച്ചി പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കൊല്ലംകാരല്ലാത്തവരോട് പറയാൻ തോന്നുന്നു എന്താണ് കൊല്ലത്തെക്കുറിച്ച് ഒരു മഹിമ, അതിന്റെ ഒരു പ്രതാപം ഒക്കെ? കൊല്ലം നാടകത്തിന്റെ ഒരു ജില്ലയാണ്. നാടക കല ഏറ്റവും കൂടുതലായുള്ള ഒരു ജില്ലയാണ്. കലാപ്രതിഭകൾ ഇപ്പോൾ MLA പോലും മുകേഷ് സിനിമാ താരമാണ്. അങ്ങനെ കലാപ്രതിഭകൾക്ക് ഒരുപാട് ഇടമുള്ള സ്ഥലമാണ് കൊല്ലം. ആശ്രാമ മൈതാനി വളരെ പ്രധാനപ്പെട്ട കൊല്ലം പട്ടണത്തിൽ തന്നെ ഉള്ള ഒരു വലിയ പ്രദേശം. ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമായി ഈ കലോത്സവം നടത്താൻ വേണ്ടി കിട്ടിയ ഒരു സന്ദർഭം കൂടിയാണ്. ചെറുപ്പത്തിലെ കലാമത്സരങ്ങളിൽ അങ്ങനെയൊക്കെ പങ്കെടുത്തിരുന്നോ? ഇല്ല, എന്റെ മകൾ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട്. മോണാക്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ട്. ചെറുപ്പത്തില് സംഘടനാ പ്രവർത്തനവും യൂണിയൻ പ്രവർത്തനവും ഒക്കെ ആയിട്ട് സംഘടിപ്പിക്കലായിരുന്നു ചെയ്തിരുന്നത്. പങ്കാളി ഈ സംഘാടനം വലിയ പണിയുള്ള കാര്യമാണോ? വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതിൽ അതിന്റെ സംഘാടനമാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും നല്ല സംഘാടനമാണ് നടന്നിരിക്കുന്നത്. ഏറ്റവും നന്നായി ഈ ഇത് നടക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചോദിക്കാനുണ്ടോ ചേച്ചിയോട്? ഓക്കെ. അപ്പൊ ഇടയ്ക്ക് ഞങ്ങള് കേരളാവിഷന്റെ സ്റ്റാള് ഇല്ലൽ ഉത്സവം എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നമ്മുടെ പരിപാടിക്ക്, ഷോയ്ക്ക്. ഈ 4-5 ദിവസം ഇവിടെ ഉണ്ടാവും. ഇടയ്ക്ക് ഞങ്ങളുടെ സ്റ്റോളിൽ വരണം, എല്ലാവരെയും കൂട്ടി വരണം, പിള്ളേരെയൊക്കെ കൂട്ടി വരണം. ഓക്കെ, താങ്ക് യു. ആ പിള്ളേരെ കൊണ്ടുവരണം, മോണോ ആക്ട്. അപ്പോ നമുക്കിപ്പോൾ നമ്മൾ ഈ കൊടിമരം അതിന്റെ ഏറ്റവും മനോഹാരിതയിൽ തീർത്ത മൺകുടങ്ങൾ തീർത്ത ആശ്രാമം സന്തോഷ് ഉണ്ട് നമ്മോടൊപ്പം.